മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിപ്പണിത ലോകത്തിലെ ഏക ക്ഷേത്രം. ഒരു ചെറിയ ഉളിയടി തെറ്റിയാൽ പണി മുഴുവൻ പാഴാകുന്ന അവസ്ഥയിൽ ഒരു തെറ്റ് പോലും വരുത്താതെ 100 അടി ഉയരമുള്ള ഈ കരിങ്കൽ മലയെ എങ്ങനെയാണ് ഒരു ക്ഷേത്രമാക്കി മാറ്റിയത്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. കൈലാസ ക്ഷേത്രം ഒന്നിലധികം കല്ലുകൾ അടുക്കി വെച്ചല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരൊറ്റ പാറക്കല്ലിൽ കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത്. ഇന്നത്തെ കാലത്തെ 3D പ്രിന്റിംഗ് പോലെ കൃത്യതയുള്ള ഈ വിസ്മയം പണിയാൻ മാറ്റിയത് ഏകദേശം 4 ലക്ഷം ടൺ പാറയാണ്. വെറും ഉളിയും ചുറ്റികയും വെച്ച് ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. സാധാരണ നിർമ്മാണത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നമുക്കത് മാറ്റം വരുത്താം. പക്ഷേ കൈലാസ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. മുകളിൽ നിന്ന് താഴേക്ക് കൊത്തുമ്പോൾ ഒരു ശില്പത്തിന്റെ വിരൽ പോലും അബദ്ധത്തിൽ പൊട്ടിയാൽ ആ ഭാഗം ഒട്ടിച്ചു വെക്കാൻ കഴിയില്ല. അതായത് 20 വർഷത്തോളം നീണ്ട ഈ പണിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ തെറ്റിയിട്ടില്ല. ഇത്ര വലിയൊരു പ്രൊജക്ട് ഒരു തെറ്റും കൂടാതെ എങ്ങനെ പ്ലാൻ ചെയ്തു എന്നത് ആധുനിക എഞ്ചിനീയേഴ്സിനെ പോലും അത്ഭുതപ്പെടുന്നു. ചരിത്രരേഖകൾ പ്രകാരം കൃഷ്ണ 1-ാമൻ രാജാവിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ഏതാണ്ട് 18 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പണി തീർത്തത് എന്ന് പറയപ്പെടുന്നു. 4 ലക്ഷം ടൺ പാറ വെറും 18 വർഷം കൊണ്ട് നീക്കം ചെയ്യണമെങ്കിൽ ഓരോ ദിവസവും 60 ടൺ പാറ വീതം അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതായത് ഓരോ മണിക്കൂറിൽ 5 ടൺ പാറ. യാതൊരുവിധ മെഷീൻസും ഇല്ലാതെ ആ കാലത്ത് ഇതെങ്ങനെ സാധിച്ചു? അതുകൊണ്ടാണ് പലരും ഇതിനു പിന്നിൽ അതിനൂതനമായ ഏലിയൻ ടെക്നോളജി ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ തറയ്ക്ക് താഴെ സങ്കീർണമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും രഹസ്യ ഗുഹകളുമുണ്ട്. ചിലയിടങ്ങളിൽ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും ചെറിയ തുരങ്കങ്ങൾ കാണാം. എന്തിനായിരുന്നു ഇത്ര സങ്കീർണമായ നിർമ്മാണം? ഔറംഗസേബ് ചക്രവർത്തി തന്റെ വലിയ സൈന്യവുമായി 3 വർഷം ശ്രമിച്ചിട്ടും ഈ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും തകർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ചുരുക്കത്തിൽ കൈലാസ ക്ഷേത്രം എന്നത് വെറും ഒരു കല്ലിൽ തീർത്ത നിർമ്മിതിയല്ല. അത് നമ്മുടെ പൂർവികരുടെ അറിവിന്റെയും എഞ്ചിനീയറിംഗ് ബുദ്ധിയുടെയും എക്സാമ്പിളാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ്സുകളെക്കാൾ കൃത്യത 1200 വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്നു. നമ്മുടെ ഈ പൈതൃകം ശരിക്കും മനുഷ്യർ പണിതാണോ അതോ സയൻസിനപ്പുറത്തുള്ള വല്ലതുമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.